സുധൻ ചേട്ടാ, വെൽക്കം ബാക്ക്. ഓക്കെ, താങ്ക് യു. വീണ്ടും വന്നിരിക്കുകയാണ് ഈ സ്റ്റേജിലേക്ക്. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ നാട്ടിൽ ഹൈടെക് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു 10-20 വർഷമായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സ്റ്റേറ്റിലൊക്കെ മിമിക്രിയിലൊക്കെ കുറച്ച് പ്രൈസൊക്കെ നേടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാട്ടും മിമിക്രിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇടയ്ക്കിടയ്ക്ക് എന്നോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറിന് എന്താ ഇങ്ങനെ ടി വിയിലൊക്കെ പോയാൽ ഞങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ. അപ്പോൾ പലരും വിളിച്ചു. ഇപ്പോൾ വന്നാൽ അത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എല്ലാവരെയും നമുക്ക് അറിയിക്കാൻ പറ്റിയല്ലോ, പല ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജ് ഇട്ടിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ആളുകൾ വിളിച്ചു, പേരൻസ് വിളിച്ചു. അപ്പോൾ വളരെ സന്തോഷം ഉദ്ഘാടന എപ്പിസോഡിൽ തന്നെ വന്നതിന്. അതിന് രമേശ് ചേട്ടനും ഹരിസാർക്കും അതുപോലെ എല്ലാവർക്കും ഒരുപാട് ഗ്രൂമേഴ്സ് രതീഷ് ചേട്ടനും എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. അപ്പോൾ നമ്മളൊരു അടിപൊളി പെർഫോമൻസിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെയ്താലോ? ഓ ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. രമേശ് സാറേ നമസ്കാരം. നമസ്കാരം സുധൻ ഭായി. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡ് നല്ല അഭിപ്രായമായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് തന്നെ വന്നതുകൊണ്ട് നന്നായി. ഒരുപാട് ആളുകൾ വിളിച്ചു. ഞങ്ങൾ അന്ന് ഇന്നസെന്റ് ആയിരുന്നു. സുധൻ ഓർമ്മയുണ്ടോ? ഞങ്ങളെല്ലാം പറഞ്ഞു ആരുടെ ഐശ്വര്യം പോലും ഇരിക്കും ഈ പരിപാടി എന്ന് വെച്ച് സുധന്റെ തലയെ കെട്ടിവെച്ചതാ. സുധൻ ഈ പരിപാടിയുടെ ഐശ്വര്യം എന്ന് പറഞ്ഞ് എഴുതി ഇവിടെ വാദിക്ക് തൂക്കുന്നതിനെ കുറിച്ച് വരെ ഞങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. തനിച്ച് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്യുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫ്ലോറിൽ. അപ്പോൾ സാറിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടല്ലോ, ഇടയ്ക്ക് സാർ ഇങ്ങനെ കയറി ഇടപെടുന്നതുകൊണ്ട് വലിയ സംഭവമാണ്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 1 man ഷോ ചെയ്യണമെങ്കിൽ സപ്പോർട്ടൊക്കെ പോകും. ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു സ്ക്രിപ്റ്റ്, അപ്പോൾ അതിൽ രതീഷ് സാറെ എടുത്തെത്തുന്ന സമയത്ത് അതൊന്നും കൂടി നല്ല രീതിയിലേക്ക് പിന്നെ അത് മാറും. അപ്പോൾ സാറിൻ്റെ നല്ല സപ്പോർട്ട്. അതുപോലെ തന്നെ സാജുട്ടാ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്, എൻ്റെ നാട്ടിൽ ഒരുപാട് ബാബുവേട്ടന്മാരുണ്ട്. അതിലൊരു ബാബുവേട്ടൻ്റെ കുറച്ച് വിശേഷങ്ങൾ. ബാബുവേട്ടൻ ഒരു സ്കൂൾ പ്യൂണാണ്, ഒരു UP സ്കൂള്. അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരിച്ചപ്പോൾ ബാബുവേട്ടന് ജോലി കിട്ടുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ചെറിയൊരു കുറവ് ബാബുവേട്ടനുണ്ട്. അപ്പോൾ ആ കുറവ് ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷൊക്കെ അടിച്ചു കീറും. ബാബു ഭയങ്കര പഞ്ചാരടിയായിരുന്നു. പ്രേമിക്കാൻ നടക്കുന്ന ഒരാളായിരുന്നു. ഒരു 10-17 വയസ്സിൽ സൈക്കിൾ എടുത്ത് പല ഇടവഴി കൂടിയൊക്കെ പോവും. എന്നിട്ട് ഒരു ദിവസം പോവും. അപ്പോൾ പെൺകുട്ടികൾ ആർക്കും പേരൻസ് ചീത്ത പറയും. അപ്പോൾ പിന്നെ പെൺകുട്ടീനെ മാറ്റും, അടുത്ത പിന്നെ മറ്റൊരു പെൺകുട്ടീൻ്റെ അടുത്ത് പോകും. അങ്ങനെ മൂന്നാമതൊരു പെൺകുട്ടീൻ്റെ പിന്നാലെ പോയപ്പോൾ അവരവിടുന്ന് അടിച്ച് ബ്രദേഴ്സും മാവന്മാരൊക്കെ അടിച്ച് തമർത്തി പഞ്ഞി കിട്ടു. അപ്പോൾ ബാബുട്ടെ എണീറ്റ് അവരോട് ചോദിച്ചു, അല്ല ഇതെന്താ അടിയായത്? അതിവിടെ വാണിംഗ് ഇല്ലേ? എല്ലായിടത്തും നിനക്ക് വാണിംഗ് കിട്ടലുണ്ട്, വാണിംഗ് ഇല്ലാണ്ട് അടിക്കുക. ഞാൻ പല സ്ഥലത്ത് പോയാൽ ആദ്യം വാണിംഗ് തരുമില്ലേ, വാണിംഗ് ഇല്ലാണ്ട് അടിച്ചു വിടുക, ഇത് ശരിയില്ല കേട്ടോ എന്നാണ്. എന്നാലോ കല്യാണ വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ മലബാറിൻ്റെ വലിയൊരു പ്രാദേശിക കലാരൂപമാണ് കോൽക്കളി എന്ന് പറയുന്നത്. കല്യാണ വീടുകളിലൊക്കെ രാത്രി സമയങ്ങളിൽ കോൽക്കളി ഉണ്ടാകും. ഇപ്പം നമ്മൾ കരോക്കെ ഗാനമേളയിലായിട്ട് അന്യമായിക്കൊണ്ടിരിക്കുന്നതാണ് കോൽക്കളി. അപ്പോൾ ബാബുവേട്ടൻ കോൽക്കളിയിൽ വിദഗ്ധനാണ്. കോൽക്കളി പാട്ട് വളരെ വ്യത്യസ്തമായ രീതിയിൽ പാടും. അവിടെ എത്തിയിട്ട് ഒരു പക്ഷേ കോല തീർന്നു വരുന്നുണ്ടെങ്കിൽ മുരിങ്ങാക്കായ എടുത്തിട്ട് കോലാക്കും. എന്നിട്ടോ പച്ചക്കറി ഒരു മെച്ചപ്പെട്ടൊരു ഹാരം തന്നെ തടിക്ക്, പച്ചക്കറിച്ചാലും ഗുണമേറും മേനിക്ക്, മെച്ചപ്പെട്ട ഇലക്കറി കണ്ടിന്നേറ്റം ഗുണകരമല്ലേ, പച്ചച്ചീര മുരിങ്ങത വേരെയും ഓർമ്മിക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകളാണ് അവിടെ. പച്ചക്കറി കഴിച്ചാൽ ശരീരത്തിന് നല്ലതാണെന്നോ കണ്ണുകൾക്ക് നല്ലതാണെന്നോ നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ് അവിടെ. എന്നാൽ ബാബുട്ടാ, നിങ്ങൾ എവിടെയൊക്കെ കോൽക്കളി കളിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അന്നേരം പറയൂ, മലപ്പുറം, കുറ്റിപ്പുറം, പള്ളിപ്പുറം, റാണി, കോഴിക്കോട്, വാഴക്കോട്, വാക്കോട്, പെരുമറ്റം, പൂതമ്പാറ, ചീക്കോട്, കൂനാഞ്ചേരി, വാളാഞ്ചേരി, ചേമഞ്ചേരി, മഞ്ചേരി, തലശ്ശേരി, ഇടശ്ശേരി, കോളശ്ശേരി, ബത്തേരി, ഓളിവണ്ണ, കൂഴിവണ്ണ, പേരുവണ്ണ, തൂണേരി, ഉപ്പള, കുമ്പള, ചക്കള, കാടേരി, കൊയിലാണ്ടി, മങ്കര, വേങ്ങര, ചേങ്ങര, കാക്കേരി, കടേലുണ്ടി, പേരുമ്പാവൂർ, ഇടുക്കി, മട്ടന്നൂർ, പയ്യന്നൂർ, മലപ്പുറം, ഇങ്ങനെ അങ്ങ് പറയും. പിന്നെ അതിനുശേഷം ഉണ്ടല്ലോ, ഇതിനുശേഷം അച്ഛൻ മരിച്ചു, ബാബുവേട്ടന് ജോലി കിട്ടി ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ വന്നു സ്കൂളിൽ. അപ്പോൾ HM ചോദിച്ച്, ബാബു എനിക്ക് ഇംഗ്ലീഷിൽ അറിയാമെന്ന് ചോദിച്ചു. ഓ ഇംഗ്ലീഷിൽ അറിയാം. അവിടെ ഒരു ഫോമും കൊടുത്തു. കുറേ നോക്കി, സർ ഇത് ഇംഗ്ലീഷ് തന്നെയാണെന്ന് പറഞ്ഞു. എല്ലാവരും ഇത് ഇംഗ്ലീഷ്. അപ്പോൾ പിന്നെ അരവിന്ദ മാഷാണ് ബാക്കി കംപ്ലീറ്റ് പൂരിപ്പിച്ചു കൊടുത്തത്. ഞാനൊരു ദിവസം ഇങ്ങനെ ആ ഇടവഴി കൂടി ഇങ്ങനെ പോകുന്നതാണ് സ്കൂളിൻ്റെ. അപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല നിങ്ങളെ കല്യാണം നിശ്ചയിച്ചല്ല ഞാൻ അറിയും, അല്ല നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ഷൻ ആവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചു നോക്കണമെന്നാണ്. അല്ല നിങ്ങളെന്തോ ബന്ധു എന്ന് പറയുന്നത് കേട്ടല്ലോ, അപ്പോൾ റിലേഷൻ ആവുമെന്നാണ് ചോദിച്ചത്, അതാണ് റിയാക്ഷൻ ആവുമെന്ന് ചോദിച്ചത്. അങ്ങനെ സ്കൂളിൽ വാർഷികം വന്നു.
വാർഷികം വന്നപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചു. ഞാനൊക്കെ ചെന്നു. ഞാനിങ്ങനെ എൻട്രൻസിൽ നിൽക്കുമ്പോൾ ബാബുവേട്ടൻ അവിടെ ഉണ്ട്. ബാബുവേട്ടനോട് പറഞ്ഞ് എനിക്കൊരു പാട്ട് പാടണം ഈ വാർഷികത്തിന്. എല്ലാവരും പറഞ്ഞ് എന്നോടൊരു പാട്ട് പാടിക്കോളാമെന്ന്. എന്നാൽ ഏത് പാട്ടാണ് നിങ്ങൾ പാടുന്നത്, ഒന്ന് പാടിക്കോന്നാണ്. അപ്പോൾ ഞാനൊരു ക്ലാസ് റൂമിലേക്ക് ബാബുവേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് ബാബുവേട്ടൻ ആദ്യത്തെ പാട്ട് പാടി. ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമരിൽ ജീവിതഭാരം. ബാബുട്ട ചുമരിലല്ല ജീവിതഭാരം, ചുമലിലാണ് ജീവിതഭാരം. അപ്പോൾ ഞാൻ അത് വേണ്ട, നിങ്ങൾ വേറൊരു പാട്ട് പാടുന്നു. ഉടനെ വേറൊരു പാട്ട് പാടി. പുലയനാർമണിവർമ്മ. അതും തെറ്റിച്ചാ പാടി. അവിടെ എന്നാ ഒരു കാര്യം വേറൊരു പാട്ട് കൂടി അതൊന്നും പാട്. അപ്പോഴെന്നാ പിന്നെ വേറൊരു പാട്ട് പാടുന്ന. കൺമണി നീയൻ ഹരം പിടിച്ചാൽ. എല്ലാ പാട്ടും ഇങ്ങനെയാ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നാ പിന്നെ ഏത് പാട്ടാണ് ബാബുട്ട എല്ലാ പാട്ടുകൾ തെറ്റിച്ചാലും പാടുന്നത്? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ദാസേട്ടൻ്റെ ആ പാട്ടില്ലേ, ദാസേട്ടൻ്റെ ഏത് പാട്ട്, ദാസേട്ടൻ്റെ ഒരുപാട് പാട്ടില്ലേ, നമ്മളിതില്ലേ ദേവാങ്കണങ്ങൾ കൈയൊടിഞ്ഞ മാരകോ. നീ കൈയൊടിഞ്ഞ മാരകോ? അയ്യോ, പുള്ളി അറിയാതെ തെറ്റിക്കാണല്ലോ. ചിലര് കൈന്നിട്ട് ബാക്കി ഉണ്ടാക്കുന്നേ. എന്താ അല്ല, പുള്ളി ലിറിക്സ് എഴുതും. ആനക്കെടുപ്പത് പൊന്നുണ്ടേ ആ പാട്ട് പാടുകയാണ്. അത് പാടിയിട്ട് ഒരു സ്പീഡുള്ള ഭാഗം വന്നപ്പോൾ പുള്ളിക്ക് അത് പെട്ടെന്ന് മറന്നും പോയി ഫില്ലും ചെയ്യണം. കറക്റ്റ് ഒരു പഴഞ്ചൊല്ലും അതിൻ്റെ ഉത്തരവും വെച്ച് പുള്ളി രക്ഷപ്പെട്ട്. മാണിക്കക്കല്ല് കൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ മുറ്റത്തെ ചെപ്പിനടപ്പില്ല ഉത്തരം കിണർ പോരൂന്ന്. ഏതായാലും ഒരു കാര്യം ചെയ്യും ബാബുട്ടാ, നിങ്ങൾ സ്പോർട്സ് മറ്റേ ഗെയിംസ് ഐറ്റംസ് എന്തെങ്കിലും അറിയാമോ? ഓടുമെന്ന് ചോദിച്ചു. അതിലില്ല, ഓടുമെന്ന് നിനക്കാവില്ല. ഞാൻ അത്യാവശ്യം മാവിനെല്ലാം എറിയാറുണ്ട് എന്നാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഡിസ്കസ് ത്രോ മത്സരത്തിന് നിങ്ങൾ പങ്കെടുത്തോന്നാണ്. ആയിക്കോട്ടെ, ഞാൻ ടീച്ചറോട് മാഷോട് പറയാം നിങ്ങൾ ഡിസ്കസ് ത്രോ നിങ്ങളുണ്ട്. അപ്പോൾ ഡിസ്കസ് ത്രോ മത്സരം ഗ്രൗണ്ടിൽ നടക്കുന്നു. ബാബുവേട്ടൻ ഓടി വരുന്നു. ഓടി വന്ന് ഡിസ്ക് എടുത്തൊരു ഒറ്റേറ്. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു പറമ്പിൻ്റെ അപ്പുറത്ത് ഡിസ്ക് പോയി വീണ്. അല്ല ബാബു, നീ ഇതിപ്പാ നീ ഇങ്ങനെ പ്രാക്ടീസ് ആക്കി? ഭയങ്കര സംഭവം തന്നെ, ഒരുപാട് ദൂരെ പോയില്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞത് ബാബുവിൻ്റെ അളക്കുന്നതാണ്. അളക്കുക നോക്കുമ്പോൾ ടേപ്പ് നോക്കുമ്പോൾ കാണുന്നില്ല. മെഷർമെൻ്റ് ടേപ്പ് എടുത്തല്ലേ എറിഞ്ഞത്. മെഷർമെൻ്റ് ടേപ്പ് എടുത്താ എറിഞ്ഞത്. ബാബുവേട്ടൻ ഒരു മാസത്തിലൊരിക്കൽ ബസ്സിൽ യാത്ര ചെയ്യും. ബസ്സിൽ യാത്ര ചെയ്യുന്ന പറഞ്ഞാൽ റിലീസ് പടം കാണാനാണ്. ആ സമയത്ത് ഞങ്ങൾക്ക് വടകര മാത്രമേ തിയേറ്ററിൽ റിലീസ് പടം ഉണ്ടാവും. അപ്പം ബാബുവേട്ടൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നല്ല പാട്ടൊക്കെ കേട്ട് ബസ്സിൽ പോകണം. അപ്പോൾ വടകരക്ക് ടിക്കറ്റ് എടുത്തു. കണ്ടക്ടർ എടുത്ത് 100 രൂപ കൊടുത്തു. വടകര എന്നാണ്. കണ്ടക്ടർ പറഞ്ഞു ബാക്കി പൈസ തരാമെന്നോ. അപ്പോഴത്തെ ബാബുവേട്ടൻ ടെൻഷനായി. കണ്ടക്ടർ ഇങ്ങനെ പോകുമ്പോൾ കണ്ടക്ടർ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കും. ഒരു 2 കിലോമീറ്റർ അപ്പുറം എത്തിയേ. അല്ല എൻ്റെ ബാക്കി എന്നാണ്. തരാം, നിങ്ങൾ വടകരക്കല്ലേ, ലാസ്റ്റ് സ്റ്റോപ്പില്ലേ, തരാമെന്ന് പറഞ്ഞു. പിന്നെ ബാബുവേട്ടൻ ആകെ ടെൻഷനാണ്. അപ്പോൾ പറഞ്ഞു എൻ്റെ ബാക്കി തരുമെന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ ഇത്രയും സമയം ഇത് ആലോചിച്ചിരിക്കുക, ഇതെന്തായത് ഞാൻ വടകരത്തിന് തരുമല്ലേ? അല്ല നിങ്ങൾ അതിങ്ങ് തന്നിട്ടുണ്ട്, എനിക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാനോ എന്ന് പറഞ്ഞു ബാബുവേട്ടൻ. കാരണം ഒരുപാട് കാഴ്ചകളും പാട്ടും ഒന്നും എനിക്ക് കേൾക്കാനാവുന്നില്ല. ഇതൊരു പക്ഷേ പലരുടെ അനുഭവമായിരിക്കും അല്ലേ? അങ്ങനെ ബാബുവേട്ടൻ കരുതി എന്നാൽ കണ്ടക്ടർക്ക് ഒരു പണി കൊടുക്കണം. അടുത്ത മാസം വീണ്ടും എന്ത് ചെയ്ത് ബാബുവേട്ടൻ അതേ ബസ്സിൽ തന്നെ പോയി 100 രൂപ കൊടുത്ത് ബാക്കി തരാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്നാണ്. മൈൻഡ് ചെയ്തില്ല. കുറച്ചങ്ങോട്ട് എത്തി. വടകരൻ്റെ തൊട്ടിപ്പുറത്തെ സ്റ്റേഷനിലെത്തിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയാൻ ബാബുവേട്ടൻ ഞാനങ്ങ് ഇറങ്ങി തെറ്റിക്കളിഞ്ഞു. എന്നെ നോക്കിയിട്ടുണ്ടാവും ബാക്കിക്ക് കണ്ടക്ടർ വടകര സ്റ്റാൻഡിൽ നിന്ന് നോക്കി നടക്കുന്നത്. ഞാൻ കണ്ടക്ടർക്ക് ഞാൻ അങ്ങ് പണി കൊടുത്ത്. ഇതുപോലുള്ള ബാബുവേട്ടന്മാർ ഒരുപാട് തമാശകളൊക്കെ ആയിട്ട് ഇനിയും വരും. എനിക്കറിയാവുന്ന ഒരു ബാബുവേട്ടൻ്റെ കഥ പറയാം. അദ്ദേഹത്തിന് നിങ്ങൾക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഇടവേള ബാബുവേട്ടൻ. ഇടവേള ബാബുവേട്ടൻ നമ്മുടെ സിനിമയുടെ 100ാം വാർഷികം കണ്ട മദ്രാസിൽ ആഘോഷിക്കുന്ന ഒരു വലിയ ചടങ്ങ്. ചിരഞ്ജീവി, നാഗാർജുന, മമ്മൂക്ക, ലാലേട്ടൻ, കമലഹാസൻ, രജനീകാന്ത്, സർവമാന ആൾക്കാരും ഉണ്ട്. ജയലളിത മാഡം ഫ്രണ്ടിലിരിക്കണം. അങ്ങനെയൊക്കെ ഒരു വലിയ ചടങ്ങാണ്. തുടക്കം ജയറാമേട്ടൻ്റെ വലിയ 100 പേര് നിൽക്കുന്ന മേളം, അങ്ങനെയൊക്കെയുള്ളൊരു ഷോയാണ്. അപ്പം ഈ ജയലളിതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ബ്ലാക്ക് ക്യാറ്റ് പ്രൊട്ടക്ഷനാണ്. ഇത്രയും VIP ഒന്നിച്ച് വന്നിരിക്കുകയാണല്ലോ. ഫ്രണ്ടിലൊരു ചെറിയ നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലാണ് ജയലളിതയൊക്കെ. തൊട്ടു ബാക്കിൽ മലയാളത്തിലെയും തമിഴിലെയും തെലുങ്കിലെയും കന്നഡയും എല്ലാ നിര താരങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ചില ആൾക്കാർ നോക്കിയപ്പം ഫ്രണ്ടിൽ ജയലളിത ഇരിക്കുന്നതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇടവേള ബാബുചേട്ടൻ ഇരിക്കുകയാണ്. എല്ലാ നടന്മാർക്കും ഇതങ്ങ് പ്രശ്നമായി. കാരണം
ചിരഞ്ജീവി തൊട്ട് സർവ്വമാന ആൾക്കാരും പുറകിലിരിക്കുന്നു. ഇടവേള ബാബുച്ചേട്ടൻ ഫ്രണ്ടിൽ ജയലളിതയുടെ കൂടെ ഇരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ആകെ പ്രശ്നമായി. ഇടവേള ബാബുച്ചേട്ടനാണെങ്കിൽ മിണ്ടാതെ ഇങ്ങനെ വട്ടി പിടിച്ച പോലെ അവിടെ ഇരിക്കുകയാണ്. ചിരിക്കുന്നുമില്ല, കരയുന്നില്ല, ഒന്നുമില്ല. വേറെ ഒരു ഇമേജൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ ഇരിക്കുകയാണ്. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞിട്ട് രണ്ടാമതൊന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി പോയിട്ട് പുറത്തോട്ട് വരുമ്പം പുള്ളിനെ പോലീസ് തടഞ്ഞു. എവിടെ പോകാമെന്ന് ചോദിച്ചു. എന്നാൽ പുള്ളി പറഞ്ഞു അമ്മ സെക്രട്ടറി എന്ന് പറഞ്ഞു. പുള്ളി അമ്മയുടെ സെക്രട്ടറി ആണല്ലോ. തമിഴ്നാട്ടിൽ അമ്മയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ജയലളിതയുടെ സെക്രട്ടറിയാണ്. സാർ വാങ്ങുമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിരുത്തിയിട്ട് രണ്ടുപേര് തോക്കുമായിട്ട് ഇടതും വലതും. പുള്ളിക്ക് ചിരിക്കാനും വയ്യ, കരയാനും വയ്യ. വേറെ വല്ലൊരുന്ന് പറഞ്ഞാൽ വെടിവെക്കുമെന്ന് പേടിച്ചിട്ട് 2.5 മണിക്കൂർ മിണ്ടാണ്ടിരുത്തിട്ട് കണ്ടിട്ട് പോയി. അപ്പോൾ നമുക്കറിയാം ഈ ഒരു കൊറോണ ആയിട്ട് പോലും പലരുടെയും മനസ്സിൽ അസൂയയും കുശുമ്പും കാര്യങ്ങളും പ്രളയമൊക്കെ വന്നിട്ട് ഒന്നും പോയിട്ടില്ല. കുറച്ച് ചേറുകൾ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഉള്ളിലെ ചേറുകളെല്ലാം കാക്കക്ക് തീറ്റ കൊടുക്ക്, നിങ്ങളെ ഉള്ളിലെ പൊട്ടകളെല്ലാം കാറ്റിൽ കൊളുത്തിപ്പറത്ത്, നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ, ഒരമ്മ പെറ്റതുപോലെ എല്ലാരും അങ്ങനെ തന്നെയാ. താങ്ക് യു. ബസ് യാത്രയിൽ ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാരണം ഞാൻ പൂത്തോട്ട ബസ്സല്ലാതെ ആമയുടെ റൂട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ഒരു റൂട്ട് ബസ്സുണ്ട്, MLA റോഡ്. ഒരു ദിവസം ഞാൻ ബസ് കയറി തൃപ്പൂണിത്തുറയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്തിട്ട് ഒരു പെങ്കൊച്ച് ഒരു ഹൈ ഹീലിൻ്റെ ചെരുപ്പിട്ടൊരു അമ്മച്ചിക്കിട്ടൊരു ചവിട്ടി തൃപ്പൂണിത്തുറ വെച്ച് ചവിട്ടിയതാണ്. അവിടം തൊട്ട് ഈ അമ്മ തെറി തുടങ്ങിയിട്ടുണ്ടല്ലോ. പൂരത്തെറി. ഈ പെങ്കൊച്ചിന് ഇറങ്ങാനും പറ്റണം, നിങ്ങാനും പറ്റില്ല, കരയണ, ഓടണോ, ഒന്നും പറ്റണ്ട. ഞാൻ അടുത്തുനിന്ന് കേട്ടോണ്ടിരിക്കുക. തെറി എന്ന് പറഞ്ഞാൽ അസാധ്യ തെറി. ഇതെല്ലാം കണ്ടിട്ട് 7 കിലോമീറ്റർ തെറി പറഞ്ഞിട്ട് ഈ അമ്മ അവിടെ ഇറങ്ങുമ്പോൾ അമ്മ പറയാ എനിക്ക് തലവേന എടുത്തിരുന്നുണ്ട്, അല്ലെ 4 വർത്തമാനം പറഞ്ഞേനെന്ന്. ഈ 7 കിലോമീറ്റർ തെറി പറഞ്ഞിട്ടേ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ എന്നെ രമേഷ് എന്ന് ഒഴിച്ച് ബാക്കി എല്ലാ പേരും വിളിക്കും. ആ ഹരീഷേ, സുമേഷേ, സുരേഷേ, ഇതൊക്കെ രമേഷ് എന്ന് ഒഴിച്ച് ഈ ലോകത്ത് ഷീ തരുന്ന എന്ത് പേരുണ്ടോ അതെല്ലാം ഇവൻ വിളിക്കും. എൻ്റെ കൂടെ 10ാം ക്ലാസ് വരെ പഠിച്ചവനാണ്. എത്ര തവണ പറഞ്ഞാലും ഇവന് വേറെ പേര് എന്നെ വിളിക്കുള്ളൂ. എന്താ അങ്ങനെ രാജേഷേ, കുറേ നാളായല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ബസ്സിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ബസ്സിൻ്റെ ബാക്കിലത്തെ ഡോറിൻ്റെ അവിടെ നിൽക്കുമ്പം ഇവൻ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ അവിടെ നിന്നും കുറേ നാളുകൾക്ക് ശേഷം എന്നെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടു. ഞങ്ങളിപ്പോൾ ഒരു 8-9 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഇവൻ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ രമേശേ എന്നൊരു വിളിച്ചു. ആദ്യമായിട്ട് എൻ്റെ ഒറിജിനൽ പേര് വിളിച്ച് എൻ്റെ സന്തോഷത്തിന് ഞാൻ ഒരാവശ്യമില്ലാതെ ആ എന്തുണ്ട് എന്ന് വിളിച്ചു പാടുന്നുണ്ട്. SSLC 2ാമത് എഴുതിയിട്ട് കിട്ടിയായിരുന്നോ എന്ന്. ഞാൻ ഫസ്റ്റ് ചാൻസിന് മര്യാദക്ക് പാസ്സായ ആളാന്നേ. അപ്പൊ വേറൊരു തെറ്റ്, ഒരു ആവശ്യമില്ല. സുധൻ ചേട്ടാ, പതിവ് പോലെ ഇപ്രാവശ്യത്തെ പെർഫോമൻസും കലക്കി ഇല്ലേ? ഒരു സന്ദേശം, 2 പാട്ട്, ചെറിയ കഥകൾ, നല്ല തമാശകൾ. സുധൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും വിജയം ഗ്യാരണ്ടി, മിനിമം ഗ്യാരണ്ടി സുധൻ. എല്ലാത്തിനും ഒരു അളവുണ്ടായിരുന്നു. എല്ലാം ഒരു അളവിലാണ് പോയിക്കുന്നത്. ഇപ്പോൾ താങ്ക് യു സാർ.